ഏതുപോലെ ദീനിനെ വക്രീകരിച്ച് ദുരുപയോഗപ്പെടുത്തുന്നുണ്ടോ ഇതേപോലെ അബ്ദുൽ അസീസിൽ നിന്നും 23-ാം തീയതി പൊതുജനങ്ങളെ ഏകദേശം 1.5 ലക്ഷത്തോളം വരുന്ന ജനങ്ങളെ ദൃക്സാക്ഷികളാക്കിക്കൊണ്ട് നൽകപ്പെട്ട 5 ലക്ഷം രൂപയുടെ DD കൈമാറിയതിന്റെ തലേ ദിവസം അവസാനമായിട്ട് ലേഖത്തുബായി ഊഴ്ത്തിവെച്ച ജനങ്ങളിൽ നിന്നും മറച്ചുവെച്ച ഓഡിയോ ക്ലിപ്പ് സമൂഹത്തിന്റെ മുന്നിലേക്ക് സമർപ്പിക്കുകയാണ്. ലേഖത്തുബായിയെ ഡിബേറ്റിന് പൊതുസമൂഹം മുന്നോട്ട് തയ്യാറാക്കി കൊണ്ടുവരുമെന്നുള്ള വിശ്വാസത്തിന്റെ മുകളിൽ പൊതുസമൂഹത്തിന്റെ മുന്നിലേക്ക് സമർപ്പിക്കുന്നു. ആ DD എന്റെ കയ്യിൽ വെച്ചതിന് ശേഷം ഇനി ബാക്കി നിങ്ങൾക്ക് പരിപാടി നടത്തണമെങ്കിൽ ആചാർ സുഹൃത്തെ, ഞാൻ ഇതുപോലെ പല പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഒരു മിനിറ്റ് മലപ്പുറം ടൗൺ ഹാളിൽ പരിപാടി സംവാദം സംഘടിപ്പിച്ചത് ഞങ്ങളാണ്. പ്രായമുള്ള ഒരാളും ഞങ്ങളോട് പറഞ്ഞില്ല മുഴുവൻ തെളിവ് വഹിച്ചോളങ്ങൾ പറ്റിയൊരു സേലടിക്കുന്നല്ല നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിട്ടുള്ളൂ. ഞാൻ പറഞ്ഞത് എന്താണ്? ഞാൻ പറഞ്ഞത് ഈ പരിപാടി നടത്തൽ ഒരു ആനത്തലയൊന്നും അല്ല. ഇതിപ്പോ ഫർദർ എന്ത് സംസാരവും നിങ്ങൾ വാക്ക് പാലിക്കുന്ന ഒരു ഘട്ടം കടന്നതിന് ശേഷം നിങ്ങൾ DDന്റെ അടുത്ത് തന്നോളിയും. ഞാനത് എൻക്യാഷ് ചെയ്യാതെ വെയിറ്റ് ചെയ്യാം. കൊടുത്ത് പൈസ മാറ്റാതെ ഞാൻ വെയിറ്റ് ചെയ്യാം. നിങ്ങൾ എവിടെ ഏൽപ്പിക്കും? പറ്റിയ സ്ഥലം പറഞ്ഞോളി. നിങ്ങൾ ആര്യമ്പാവ് ജംഗ്ഷനിൽ പോവാ. ആര്യമ്പാവ് ജംഗ്ഷനിൽ പോയിട്ട് നമ്മളെ ഫസ്റ്റ് ഓണർ ഉണ്ടല്ലോ, ബിൽഡിങ്ങിന്റെ ഓണർ. വേണ്ട, ഞാൻ പറഞ്ഞുതരാം സ്ഥലം നിങ്ങൾക്ക്. ഞാൻ പറഞ്ഞുതരാം. ആര്യമ്പാവ് ജംഗ്ഷനിൽ പോവാ. ആര്യമ്പാവ് ജംഗ്ഷനിൽ ചെന്നിട്ട് ആ ജംഗ്ഷനിലെ റൈറ്റ് സൈഡിൽ ഒരു ഫുഡ് പാർക്ക് എന്ന് പറഞ്ഞൊരു ചെരുപ്പ് കട ഉണ്ട്. അതിലെ അഡ്രസ്സില് എനിക്ക് പാസ്പോർട്ടും ലൈസൻസും എല്ലാ സാധനം അവിടെ വരുന്നത്. ഇപ്പോഴും ബാങ്കിന്റെ നോട്ടീസ് എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ചെക്കോ ATM ഒക്കെ അങ്ങോട്ടാ വരിക. അത് അവിടെ തന്നെ വന്നാ വാങ്ങുക. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യേ. അത് ഞാൻ നിങ്ങളോട് അന്ന് പറഞ്ഞല്ലോ, നിങ്ങൾ അതിന്റെ പേരിൽ രജിസ്റ്റേർഡ് പോസ്റ്റ് അയച്ചോ. ഒപ്പിട്ട് ഞാൻ കൈപ്പറ്റുമല്ലോ. നിങ്ങൾക്ക് തെളിവായി, എന്റെ അടുത്ത് തെളിവായി. നിങ്ങൾ ഈ സാധനം 2 എണ്ണം ഒരു ഫോട്ടോ എടുക്കുന്നു, കവറിലാക്കുന്നു, രജിസ്റ്റേർഡ് തപാലിൽ അയക്കുന്നു. ഞാൻ അത് രജിസ്റ്റേർഡ് തപാലിൽ പൊട്ടിച്ച് വാങ്ങുന്നു. അത് വാങ്ങുന്നത് മുതൽ പൊട്ടിക്കുന്നത് മുതൽ എന്റെ അടുത്ത് കിട്ടുന്നതൊക്കെ ഞാൻ ലൈവ് കറക്റ്റ് ആയിട്ട് വീഡിയോ ഷൂട്ട് ചെയ്ത് തരാം. നിങ്ങൾക്ക് പറ്റുന്നോളിയും. പക്ഷെ ഒന്നില്ലെങ്കിൽ 2 ഓഡിറ്റോറിയം ഏൽപ്പിച്ചീനല്ലോ. ഏത് ഓഡിറ്റോറിയം? ഒന്ന് ലാസ്റ്റ് നമ്മൾ ഏറ്റവും ഓഡിറ്റോറിയം. അതൊക്കെ നിങ്ങൾ ചെയ്തോളി, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഒന്ന് ഇപ്പൊ വാങ്ങാൻ പറ്റൂല. പിന്നെ ഓരോ കയ്യിലോടെ വെക്കും. ഈ സംവാദം കഴിക്കാൻ അങ്ങനത്തെ വിഷയമല്ല. സംവാദം ഇനി നടത്തണോ? നടത്തണോ. ഇനി സംവാദം നടത്തുമ്പോ ജഡ്ജിനെ ഞാൻ കൊണ്ടുവരും. ആയിക്കോട്ടെ, കുഴപ്പമില്ല. മതി. ജഡ്ജിനെ ഞാൻ കൊണ്ടുവരും. മതി. സ്ഥലം ഫിക്സ് ചെയ്യണോ? അത് എന്ത് ചെയ്യണമെങ്കിലും DD എന്റെ കയ്യിലെത്തണം. നിങ്ങൾ വെല്ലുവിളിക്കാണ് ഈ ഉസ്താദ് 5 ലക്ഷം റുപ്യ ഒറ്റ തന്തക്ക് പറഞ്ഞവരാരെങ്കിലും ആ കൂട്ടത്തിലുണ്ടെങ്കിൽ ഈ വെല്ലുവിളി ഏറ്റെടുക്കണം. അങ്ങനെ തന്നെ പറയും. ഞാൻ അങ്ങനെ തന്നെ പറയും. കാരണം എന്താ, നിങ്ങൾ ഈ സമുദായത്തിനാണ് പിച്ച് ചെയ്യുന്നത്. അത് ഞങ്ങൾ വിടൂല. ഈ സമുദായത്തിനെ പിച്ച് ചെയ്യുന്നത് ഉണ്ടെങ്കിൽ ഈ വെല്ലുവിളി പെട്ട തന്തക്ക് പറഞ്ഞവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വെല്ലുവിളി ഏറ്റെടുക്കണം. ഏറ്റെടുത്ത് ആ സംവാദത്തിൽ പങ്കെടുത്ത് ഈ ഉസ്താദിനെ പൊളിച്ചടുക്കിയിട്ട് കളിച്ച് പരിപാടി തുടങ്ങിക്കോളി യൂട്യൂബിൽ. അപ്പോൾ ഒരു കാര്യമുണ്ട്. അല്ലാത്തോടത്തോളം നിങ്ങൾ പരാജയമാണ്. നിങ്ങൾ യൂട്യൂബിൽ നിന്ന് പണം ഉണ്ടാക്കാനാണ്. എല്ലാവരും കവുങ്ങും തെങ്ങും അടക്കും തേങ്ങയൊക്കെ വിൽക്കുന്നതിന് പകരം നിങ്ങൾ ഇസ്ലാം മതത്തെ വിൽക്കുന്നു, അള്ളാനെ വിൽക്കുന്നു, പ്രവാചകനെ വിൽക്കുന്നു. ഒരുപാട് മുസ്ലിം സഹോദരങ്ങളുടെ മനസ്സ് ഇതിന് വേദനയ്ക്കുണ്ട്. അങ്ങേ അറ്റത്തെ വേദന ഇതിനുണ്ട്. സുഹൃത്തുക്കളെ നമസ്കാരം. നമ്മുടെ അൽ സംഗി ലിയാക്കത്തലി അപ്പോൾ ഇയാളായിട്ടുള്ള സംവാദം മലപ്പുറത്ത് വെച്ച സംവാദം മലപ്പുറത്താണ് വെച്ചത്. അതിന് തർക്കമൊന്നുമില്ല. മലപ്പുറത്ത് വെച്ച സംവാദത്തിൽ അദ്ദേഹം ഉസ്താദായിട്ടുള്ള സംഭാഷണത്തിൽ പറഞ്ഞു, എനിക്ക് പോലീസ് സുരക്ഷ ഏർപ്പെടുത്തണം. അത് അദ്ദേഹം വിട്ട വീഡിയോൻ്റെ സ്റ്റാർട്ടിങ് പരിശോധിച്ചാൽ ബോധ്യപ്പെടും. അവിടെ പോലീസ് സുരക്ഷ ഏർപ്പെടുത്തും. പിന്നെ അതൊക്കെ മാറ്റി പറയുന്നുണ്ട്. അതൊക്കെ മാറ്റി പറയാണ്. ഒരു സത്യസന്ധൻ്റെ മുഖം മൂടിയാണ് ഇങ്ങോട്ട് വന്നിക്കുകയാണോ? അപ്പോൾ അതൊക്കെ പിന്നെ മാറ്റി പറയണേ പോലീസ് സുരക്ഷ ഏർപ്പെടുത്തണം. അപ്പോൾ ഉസ്താദ് പറഞ്ഞു പോലീസിൽ നിങ്ങൾ വിളിച്ച് പറഞ്ഞുകൂടിയായിരുന്നു. അല്ലാതെ പറ്റൂല എന്ന്. അത് നിങ്ങൾ ഏർപ്പാടാക്കണം. അപ്പം നമുക്കിപ്പോൾ എന്താ വെച്ചാൽ ഇവിടെ മലപ്പുറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക തരം ആൾക്കാരൊക്കെ ഉള്ളത്, പ്രത്യേക വികാരമൊക്കെ കാരണം. അപ്പം നമ്മൾ അതിഥിയായിട്ട് വരുന്ന ഒരാൾക്കൊന്നും സംഭവിക്കാൻ പാടില്ല. നമ്മുടെ അതിഥിയായിട്ട് ഇവിടെ ആൾ വന്നാൽ നമുക്കെന്തേ സംഭവിച്ചാലും ഓനൊന്നും സംഭവിക്കാൻ പാടില്ല. അത് നമുക്ക് ഉറപ്പുള്ള കാര്യമാണ്. കാരണം ഇവിടെ അതിനുള്ള എല്ലാ അഭിപ്രായ സ്വാതന്ത്ര്യം ഇന്ത്യ രാജ്യത്തുണ്ട്. ഓരോരുത്തർക്ക് പറയാനുള്ള അഭിപ്രായം പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ അതിഥിയായി ഇവിടെ മലപ്പുറത്ത് വന്നിട്ട് ഓനൊന്നും സംഭവിക്കാൻ പാടില്ല. പിന്നെ സ്വയം സുരക്ഷിത ഏറ്റവും ഏറ്റെടുത്ത് വരികയാണെങ്കിൽ മലപ്പുറത്തേക്ക് വെക്കാം. അതിനോ തയ്യാറുണ്ടെങ്കിൽ
പറയട്ടെ. അപ്പം നമ്മൾ മലപ്പുറത്ത് വെക്കാം. അപ്പം ഓൻ്റെ സുരക്ഷിതത്വം ഉറപ്പാക്കൽ നമ്മൾ ആവശ്യമാണ്. അതുകൊണ്ട് ഉസ്താദ് എന്ത് ചെയ്തു അറിയോ? ഉസ്താദ് പറഞ്ഞ് ഞാൻ എറണാകുളത്തേക്ക് അങ്ങോട്ട് വരാം. അങ്ങനെ അതിന് സമ്മതിച്ചു. എറണാകുളത്ത് വന്ന് റൂം എടുക്കുക എന്നുള്ള കാര്യങ്ങൾ അവൻ സമ്മതിച്ചു. ആ വോയിസ് ഒന്ന് കേൾക്കാം നമുക്ക് ആദ്യം. ആ വോയിസ് മാത്രം, ആ ഭാഗം മാത്രം കേട്ടോ. പിന്നെ ഈ പറയുന്ന പരിപാടി പൂർണ്ണമായിട്ട് നമ്മൾ കവർ ചെയ്യും. അത് ലൈവായിട്ട് തന്നെ ആളുകളെ കാണിക്കാനുള്ള സൗകര്യം ഞങ്ങൾക്ക് അവിടെ ഉണ്ടാവണം. ഈ 2 കാര്യങ്ങളുള്ളൂ. ബാക്കി നിങ്ങൾ സമയം പിന്നെ സ്ഥലങ്ങൾ ഓൾറെഡി മീൻസ് തീയതി നമ്മൾ കണ്ടു. മലപ്പുറം എന്ന് ഞാൻ പറഞ്ഞു. അപ്പോ അത് പബ്ലിക്കിന് ആക്സസിബിൾ ആയിട്ടുള്ള ഒരു സ്ഥലം ആയിരിക്കണം. പിന്നെ സുരക്ഷയ്ക്ക് വേണ്ട കാര്യങ്ങൾ ഒരുക്കണം. ഈ വൈകാരിക ജീവികൾ ഇളകി വരരുത്. അത് പ്രത്യേക കവർ ചെയ്യാം. അല്ല, അത് നമ്മൾ കവർ ചെയ്യാൻ കഴിയില്ല. അത് അല്ല, പരിപാടി സംഘടിപ്പിക്കുന്ന ആളുകളാണ്. അല്ല, പരിപാടി സംഘടിപ്പിക്കുന്ന ആളുകള് അത് പോലീസിനെ അറിയിച്ച് ഇങ്ങനെ പരിപാടി നടക്കാൻ പോകണമെന്ന് അറിയിക്കണമെന്ന് പറയാം. അതെന്താ വേണ്ടി വെച്ചാൽ ലീഗലായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാം. നമ്മളവിടെ വരുന്നത് നിങ്ങൾ അതിഥിയായിട്ടാണ്. വേണ്ട, നമ്മൾ അങ്ങോട്ട് വന്നോളാം. നിങ്ങൾ ആ റിസ്ക് എടുക്കണ്ട. അങ്ങനെ നിങ്ങൾ എറണാകുളത്തേക്ക് വരേണ്ടി വരും. എറണാകുളത്തേക്കാണ്. എറണാകുളത്തേക്ക് ഇനിയിപ്പോ അല്ലെങ്കിൽ ഇവിടെ ഒന്നൂടെ നിങ്ങൾ നാട്ടിൽ ഒന്നൂടെ. എവിടെ? എന്റെ നാട്ടിൽ എന്താ സംവിധാനം? അവിടെ ആളുകൾക്ക് വരാന് ഉള്ള ബുദ്ധിമുട്ടുണ്ടാവും. ഒന്ന് മലപ്പുറം തിരൂരൊക്കെ ആണെങ്കിൽ എനിക്ക് ഇവിടുന്ന് ട്രെയിൻ കയറിയാൽ മതി. കോഴിക്കോടാണെങ്കിലും കുഴപ്പമില്ല. ഞാൻ എനിക്ക് ആ വിഷയത്തിൽ എനിക്ക് വലിയ പ്രത്യേകിച്ച് ബുദ്ധിമുട്ട് തോന്നുന്നില്ല. കാരണം 2 മണിക്കൂർ 3 മണിക്കൂർ വണ്ടി ഓടിച്ചാൽ മതി. അല്ലെങ്കിൽ ട്രെയിനിൽ വരെ എന്തെങ്കിലുമൊക്കെ ചെയ്യല്ലോ. അതെ അതെ അതെ, അത് ആ രീതിയിൽ തന്നെ ചെയ്തോട്ടെ. ആ രീതിയിൽ തന്നെ ചെയ്തോളൂ. എനിക്ക് കുഴപ്പമില്ല. എനിക്ക് എറണാകുളം എന്നുള്ള എനിക്ക് അഭിപ്രായമായിട്ട് എനിക്ക് തോന്നുന്നില്ല. എറണാകുളത്ത് ഞാനൊരു ചെറിയൊരു സ്പേസ് ബുക്ക് ചെയ്യാം. അപ്പൊ അത് ചെയ്യാം. പക്ഷെ നിങ്ങൾ സമ്മാനത്തുക നിങ്ങൾ ഏതെങ്കിലും ഒരു ഫോർമാറ്റില് ആളുകളുടെ മുമ്പിൽ വെക്കണം. ഓക്കെ ഓക്കെ. അതിനും പ്രയാസമല്ല. അതിനും ബുദ്ധിമുട്ട് തോന്നുന്നില്ല. ആയിക്കോട്ടെ. ഹലോ, അപ്പം കേട്ടില്ലേ? ഓൻ്റെ സുരക്ഷ മാനിച്ച്, ഓൻ്റെ സുരക്ഷ ഇവിടെ ഭദ്രല്ല എന്നുള്ളത് കണ്ടുകൊണ്ട് തന്നെ ഓനെ ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യാനൊന്നും ഞങ്ങൾ ഇവിടെ ഇട്ടുകൊടുക്കൂല. അങ്ങനെ ഒരു ഉദ്ദേശം ഉണ്ടെങ്കിൽ ഞങ്ങൾ മലപ്പുറത്ത് വെക്കുമല്ലോ. എൻ്റെ സുരക്ഷയൊക്കെ ഇവിടെ ഏറ്റുതരാൻ ഞങ്ങളിവിടെ വെക്കുമല്ലോ. അപ്പം ഞങ്ങൾ അതിനൊന്നും തയ്യാറില്ല. ഓൻ്റെ സുരക്ഷിതത്വം ഏറ്റെടുത്തോട്ടെ. എറണാകുളത്ത് വെച്ച് പരിപാടി ഓൻ സമ്മതിച്ചു. അവിടെ റൂം എടുക്കാമെന്നും പറഞ്ഞു. എന്നിട്ട് ഓൻ കാട്ടിയ പണി എന്താ നിങ്ങൾ? അനിശ്ചിതത്വം തുടരുന്നു, സംവാദം നടക്കുമെന്നറിയില്ല. അതിൻ്റെ തമ്പനയിലാണ് ഈ ഇട്ടങ്ങളൊന്ന് നോക്കി. ഞാൻ ഇപ്പം ഇത് കാണിച്ചു തരാം. അനിശ്ചിതത്വം തുടരുന്നു. ഈ തമ്പനയിനൊക്കെ വെച്ചിട്ട് ഒരു വീഡിയോ അനിശ്ചിതത്വം തുടരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ പിൻവലിയുന്നു. ഉസ്താദും എന്നെ ബ്ലോഗ് കാക്കത്തിൽ ഓനോട് ഡയലോഗ് അടിച്ച പങ്കുള്ളൂ. സംവാദം ഉസ്താദാണ്. എനിക്കതിനെക്കുറിച്ചൊന്നും അറിയില്ല. അത് അന്നും പറഞ്ഞു, ഇപ്പോഴും പറയുന്നത്. അപ്പോൾ എന്നെ ബ്ലോഗ് മുങ്ങുന്നു. അപ്പോൾ അനിശ്ചിതത്വം തുടരുന്നു. ഇത് ഒരു തന്തക്ക് പറഞ്ഞവനാണെങ്കിൽ ഇത് ചെയ്യാൻ പാടുണ്ടോ? എറണാകുളത്ത് റൂം എടുക്കാൻ പറഞ്ഞ നിങ്ങൾ കേട്ടല്ലോ. സംഭാവന ബുക്ക് ചെയ്തു. 5 ലക്ഷം റുപ്യേൻ്റെ തീരുമാനമാക്കണമെന്ന് അത് പറഞ്ഞ് അത് ഉസ്താദ് സമ്മതിച്ചു. എന്നിട്ട് അനിശ്ചിതത്വം തുടരുന്നു എന്ന് പറഞ്ഞാണ്ട് വീഡിയോ ചെയ്യാൻ പാടുണ്ടോ? എത്ര തന്തേ ലിയാക്കത്തേനക്ക് എത്ര തന്തയാടാ? ഒന്ന് പരിശോധിക്കന്നെ മാണ്ടടാ. ഇജിപ്പോൾ പറഞ്ഞു ഒരു തന്തയ്ക്ക് ജനിക്കുള്ളൂ. പിന്നെ ഇന്നലെ എന്നോട് ഫോൺ ചെയ്തപ്പോൾ ചോദിച്ച് ഒറ്റ തന്തയ്ക്ക് ജനിച്ചതാണെങ്കിൽ എനിക്ക് മറുപടി പറയാൻ അവസരം തരും. അപ്പോൾ എനിക്ക് സംശയമുണ്ട് ഇവിടെ പല തന്തക്കും ജനിച്ചോളുണ്ട്. അതുകൊണ്ട് തന്നെയാടാ ഞാൻ മുന്നും പറഞ്ഞത് ഒറ്റ തന്തയ്ക്ക് ജനിച്ചോണ്ടെങ്കിൽ സംവാദത്തിന് വരികയെന്ന്. അതാണല്ലോ എന്നെ ചോദിപ്പിച്ചത് അല്ലേ? അപ്പം ഇജ്ജ് പറഞ്ഞു ഒറ്റ തന്തയ്ക്ക് എന്നെ എല്ലാവരും ജനിക്കണമെന്ന്. എന്നാൽ പിന്നെ ഇന്നലെ ആ ചോദ്യം ചോദിക്കാൻ പാടുണ്ടോ? ഇന്നലെ ലൈവ് വിട്ട പരിപാടിയിൽ ഈ ചോദ്യം ചോദിക്കണ്ടല്ലോ. ഒറ്റ തന്തക്ക് പറഞ്ഞതാണ് എനിക്ക് പറയാനുള്ളത് കേൾക്കുന്നു. അതാണ് അല്ലല്ല. ആ കാക്കാനെന്ന് വിളിച്ചാൽ മതി. ഞാൻ കാക്കാനെന്ന് വിളിച്ചാൽ മതി. അല്ല, അങ്ങോട്ട് പോകുന്നില്ല. പ്ലാനുമില്ല. ഞാൻ ഇറങ്ങണില്ല. ഞാൻ ഇറങ്ങുമ്പോൾ സംസാരിക്കാനൊന്നും ഇരിക്കുന്നില്ല. അതൊക്കെ പിന്നെ. ഇല്ല ഒന്നുമില്ല. ഇപ്പൊ ഞാൻ വണ്ടി തന്നെ ഉണ്ട്. നിങ്ങൾ വണ്ടിയിൽ കൊണ്ട് തന്നോളി.
അത് വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ നാസറാക്കിയും ഉസ്താദും വാക്ക് പറഞ്ഞതുപോലെ എത്തിയിട്ടുണ്ട്. കുറച്ച് അതിന്റെ ഇടയിൽ ഉസ്താദില്ല കൊണ്ടുവരാൻ വേണ്ടി പോന്ന ഉസ്താദ് ഇന്നലെ രാത്രി 6:30 ഇതിന്റെ മുമ്പിൽ എത്തിച്ചു. ആയിക്കോട്ടെ, എറണാകുളത്ത് എവിടെ ഞങ്ങൾ കൊണ്ടേ കൊടുത്താളിയായിരുന്നു. അപ്പൊ ഞാൻ ലിയാക്കത്തിനെ വിളിച്ചപ്പോ ലിയാക്കത്ത് പറഞ്ഞു എനിക്ക് നിങ്ങളോട് തന്നോളി. നാട്ടുകാർ പോലീസ് ശരിയാണ്, തർക്കണ്ടാണ്. ഒരു 1.5 ഒരു 3.5. ഓക്കെ, അപ്പൊ DD നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഈ കാര്യത്തില് ഇനി നമുക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ നമുക്ക് സംസാരിക്കാം. വേറെ കാര്യങ്ങളൊന്നുമില്ല. അല്ല, അത് ഇപ്പോഴല്ല. ഇനി നമുക്ക് സംസാരിക്കണമെങ്കിൽ നിങ്ങൾ ഉസ്താദിനെ വിളിച്ചോളി, നമുക്ക് സംസാരിക്കണമെങ്കിൽ സംസാരിക്കാം. എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം അല്ലല്ല, ചായ കുടിക്കാനൊന്നുമില്ല. ആയിക്കോട്ടെ, ശരി. അവർ മാർക്കിടുന്ന ആൾക്ക് അവരെ കൊണ്ടുവരും. പക്ഷെ നമ്മളുടെ കാര്യത്തിൽ നമ്മൾ അത്തരം ഒരാളെ നമ്മളും നമ്മുടെ ഭാഗത്തുനിന്ന് അറേഞ്ച് ചെയ്യും. തീർച്ചയായിട്ടും അവർ രണ്ടുപേരും. അതിൽ എനിക്ക് ഏറ്റവും സന്തോഷം തരുന്ന കാര്യം, ഇവരെൻ്റെ വീട്ടിൽ പോയി അവരോട് സംസാരിച്ചതിന് ശേഷം അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ എന്നോട് പറയുമ്പോൾ ആത്മാഭിമാനമുണ്ട്, അഭിമാനമാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരു തരത്തിലും അവരോട് എൻ്റെ ബന്ധുക്കളാണ് കൊടുക്കുക. മീൻസ് അത് പുള്ളി എന്നോട് സംസാരിച്ചു. അപ്പോൾ പുള്ളി എൻ്റെ നാട്ടിൽ അവിടെ സന്ദർശനം നടത്തി എൻ്റെ വീട്ടിൽ എൻ്റെ സഹോദരനോട് സംസാരിച്ചു എന്നൊക്കെ പറഞ്ഞു. വളരെ സന്തോഷം. അങ്ങനെയാണ് ചെയ്യേണ്ടത്. നമ്മൾ ഒരു കാര്യം ഇടപെടുമ്പോൾ അങ്ങനെ പോവുക, അവിടെ പോയി അന്വേഷിക്കുക. എന്നിട്ട് അതല്ലാതെ എവിടെയെങ്കിലും കുത്തിയിരുന്ന പല ബീത്താത്തമാർ എന്തെങ്കിലും പറയുമ്പോൾ അതുകൊണ്ട് നടക്കുന്ന വേറെ കുറെ ആൾക്കാരുണ്ട്. ഈ ഉസ്താദിനെ കുറിച്ചല്ല, വേറെ കുറെ ആൾക്കാരുണ്ട്. അതുമായിട്ടുള്ള സംവാദം എന്തായാലും നമുക്ക് ഇത് അറിഞ്ഞിട്ട് ആവേശം തോന്നിയ നമ്മുടെ ഒരു സുഹൃത്ത്, പറവൂടുള്ള സുഹൃത്ത്, അവിടെ അദ്ദേഹം എല്ലാ സൗകര്യവും ഒരുക്കി തരാം, ഉസ്താദ് കൊണ്ട് വന്നാൽ മതി 5 ലക്ഷം കൊണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പിന്നെ ആ കാര്യം സലാമത്തായി. അപ്പൊ എന്തായാലും അറിയില്ല, ഹദീസും അറിയില്ല, ദീനും അറിയില്ല. അത് സംബന്ധമായ കാര്യങ്ങളൊക്കെ ഉസ്താദിനെ വിളിച്ച് പറഞ്ഞോന്ന് പല വട്ടം ഞാൻ എന്നോട് പറഞ്ഞതാ. ഇന്നോട് വിളിക്കുമ്പോ ദീനിന്റെ കാര്യം, ഖുർആന്റെ കാര്യം, നബിനെ ഗീതന്റെ കാര്യം ഒന്നും ഞാൻ ചോദിച്ചില്ലല്ലോ. കാര്യമൊക്കെ എന്നോട് പറഞ്ഞു. ഞാൻ ചോദിച്ചില്ലല്ലോ. മറുപടി തരുന്ന മാതിരി ഞാൻ ചോദിച്ചില്ലല്ലോ. പിന്നെ ക്ലിപ്പിട്ടില്ലേ ശ്രീ അബ്ദുൽ അസീസ്, നോട്ടീസാണ്. ശ്രീ അബ്ദുൽ അസീസ്, അരീക്കോട്, പൊയിങ്ങാട്ടിൽ വീട്, അഡ്രസ്സാണ്. ഓക്കെ. താങ്കൾ 23/2/2025 തീയതി മേലെ കൊടക്കാട് ഇവ കൺവെൻഷൻ സെന്ററിൽ വെച്ച് യുക്തിവാദ സംബന്ധമായി നടത്തുന്ന ആശയ സംവാദം എന്ന പരിപാടി നടത്തുന്നുണ്ടെന്നും ആയതിന് പോലീസ് സംരക്ഷണം വേണം. ആയതിന് ആ പരിപാടിക്ക് പോലീസ് സംരക്ഷണവും സുരക്ഷിതത്വവും നൽകണമെന്ന് ഇന്ന് കണ്ടോ അപേക്ഷയിലുള്ള സാധനം പുറത്തിയാടി. ഇന്ന് എന്ന് പറഞ്ഞാൽ 19/2/2025 തീയതി അപേക്ഷ നേരിട്ട് സ്റ്റേഷനിൽ നൽകിയിട്ടുള്ളതാണ്. എന്നാൽ മേലെ കൊടക്കാട് എന്ന പ്രദേശം സമീപകാലത്ത് മുസ്ലിം വിഭാഗത്തിലെ സുന്നി മുജാഹിദ് സംഘടനകൾ നിരന്തര തർക്കം നടന്നു വരുന്ന പ്രദേശവും സുന്നി വിഭാഗത്തിൽ തന്നെ 2 വിഭാഗങ്ങളായി വിവിധ തർക്കങ്ങൾ നടന്നു വരുന്ന പ്രദേശവുമാണ്. തീവ്ര മതവിശ്വാസികൾ കൂടുതലായി താമസിക്കുന്ന പ്രസ്തുത സ്ഥലത്ത് താങ്കൾ ഇത്തരത്തിലൊരു സംവാദ പരിപാടി സംഘടിപ്പിക്കുന്നത് സ്ഥലത്ത് സംഘർഷ സാധ്യതയുണ്ടാവാൻ കാരണമാകും എന്നതിനാൽ പ്രസ്തുത പരിപാടിക്ക് അനുമതി നൽകുന്നതല്ല. ഇതിന് വിരുദ്ധമായി താങ്കൾ പരിപാടി സംഘടിപ്പിക്കുന്ന പക്ഷം താങ്കൾക്കെതിരെ കർശന നിയമ നടപടികൾ സ്വീകരിക്കുന്നതാണ് എന്നുള്ള വിവരം അറിയിക്കുന്നു. ഇൻസ്പെക്ടർ ഓഫ് പോലീസ്, നാട്ടുകൽ പോലീസ് സ്റ്റേഷൻ. ഇതാണ് പോലീസ് സ്റ്റേഷനിൽ കിട്ടിയ നോട്ടീസ്.